അപ്പൊ നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയാലോ? അപ്പൊ വരൂ കണ്ടു നോക്കാം. നമുക്കിന്ന് അടിപൊളിയായിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ തയ്യാറാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് വരഞ്ഞു വെക്കാം. ഇനി നമുക്ക് മീനിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം മതി. ഇനി ഇതില്ലെങ്കിൽ നല്ലതുപോലെ അരച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് ചേർത്താലും മതി. ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഒരു മസാല സെറ്റാക്കാനുള്ള വെളിച്ചെണ്ണ മാത്രം മതി, അല്ലാതെ മുഴുവൻ ഫിഷ് വറക്കാനുള്ള വെളിച്ചെണ്ണയൊന്നും നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കണ്ട. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിന്റെ ആ ഒരു ഉപ്പും മുളകും ഒക്കെ നമുക്ക് ഈ സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതല്ലാതെ മീൻ ചേർത്തതിന് ശേഷമല്ല ടേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ മിക്കവാറും അതിൽ കുറച്ച് ഉപ്പൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് വരഞ്ഞു വെച്ച് മീൻ ചേർത്ത് കൊടുക്കാം. മീൻ നല്ലതുപോലെ വരഞ്ഞ് അതിന്റെ ആ ഒരു വരകളിലും അതുപോലെ വയറിന്റെ ഭാഗത്തും ഒക്കെ നല്ലതുപോലെ നമുക്ക് മസാല തേച്ച് കൊടുക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു പേസ്റ്റിലേക്ക് ഇതുപോലെ എല്ലാ കഷ്ണത്തിലും നമുക്ക് ഈ മസാല തേച്ച് കൊടുക്കാം. നമ്മൾ മീനിലൊക്കെ നല്ലതുപോലെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10-20 മിനിറ്റ് ഒന്ന് മസാല സെറ്റ് ആവാനായിട്ട്, മാരിനേഷൻ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നിങ്ങൾ ഒരു 20 മിനിറ്റിന് കൂടുതലാണ് കഴിഞ്ഞിട്ടാണ് വറക്കുന്നതെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ. ഇതിലേക്ക് ആദ്യം തന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിന്റെ മുകളിൽ നമ്മൾ മീൻ നിരത്തി ഇടുമ്പോൾ ആ ഒരു കറിവേപ്പിലയുടെ ഫ്ലേവറും നമ്മുടെ മീൻ കിട്ടും. അതുപോലെ അപ്പൊ നമ്മൾ ഫിഷ് വെച്ച് കൊടുക്കാണ്. മീഡിയം തീയിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിലായാൽ നമ്മുടെ മീനിന്റെ ഉൾഭാഗമൊന്നും വെന്ത് കിട്ടില്ല. ലോ ഫ്ലെയിം ആയാലും അധികം എണ്ണ കുടിക്കും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തിട്ടെടുക്കാനായിട്ട്. അതുപോലെ മീൻ ഇട്ട ഉടനെ തന്നെ മറിച്ചിടാൻ പാടില്ല. കുറച്ചു നേരം ഒന്ന് ഒരു ഭാഗത്ത് നല്ലതുപോലെ ആയതിനു ശേഷം മാത്രമാണ് തിരിച്ചിടാനായിട്ട് പാടുള്ളൂ. അപ്പൊ നമ്മൾ ഫിഷ് ഫ്രൈ പാനിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഭാഗം ഒന്ന് ആവട്ടെ, അതിനുശേഷം നമുക്ക് മറിച്ചിടാം. ഇനി ഇവിടെ ഒരു ഭാഗം നല്ലതുപോലെ സെറ്റ് ആയിട്ടുണ്ട്, കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഒട്ടും പൊടിയാതെ നമുക്ക് കിട്ടി. ഈ മറുഭാഗവും നമുക്ക് ഇതുപോലെ തന്നെ നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ നമ്മുടെ മീനിന്റെ 2 ഭാഗവും സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരല്പം കൂടെ തീ ഒന്ന് കൂട്ടിയിട്ട് ഇതിന്റെ ഈ സൈഡ് ഭാഗം ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് മൊരിച്ചാൽ നമ്മുടെ ഫിഷ് ഫ്രൈ കൂടെ റെഡി.